ശബരിമല അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ സ്വർണ്ണക്കവചിതമായ കതകുകളും ശില്പങ്ങളും അഴിച്ചെടുത്ത് കൊണ്ടുപോയതിലെ ദുരൂഹത ഇപ്പോൾ കേരള സമൂഹത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. സ്വർണം പൂശൽ എന്ന പേരിലുള്ള ഈ പ്രക്രിയ വർഷങ്ങളായി നടക്കുന്ന ആസൂത്രിത ഗൂഢാലോചനയുടെ മറയായി ഉപയോഗിക്കപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ വിവാദത്തിൽ ദേവസ്വം ബോർഡ് ഉന്നതർ, ക്ഷേത്രവുമായി ബന്ധമുള്ള ചില വ്യക്തികൾ, കരാറുകാർ എന്നിവർക്കെതിരെയാണ് മോഷണത്തിന്റെയും തിരിമറിയുടെയും ആരോപണങ്ങൾ ഉയരുന്നത്. ശബരിമലയുടെ ചരിത്രത്തിൽ വിശ്വാസത്തെയും സുതാര്യതയും ചോദ്യം ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്നായി ഇത് മാറുകയാണ്. ശബരിമലയിൽ സ്വർണം പൂശുന്നതിന് ഭക്തർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. നിരവധി ശതകോടീശ്വരന്മാർ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്നതിനാൽ പുതിയ സ്വർണം പൂശുന്നതിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകാറില്ല. ഈ സൗകര്യം മുതലെടുത്താണ് സ്വർണ്ണപ്പാളികളിലെ തട്ടിപ്പ് അരങ്ങേറിയതെന്നാണ് പ്രധാന ആരോപണം. പുതിയ സ്വർണം പൂശുന്നതിലൂടെ ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാകില്ല എന്ന ന്യായവാദത്തിൽ പഴയ സ്വർണത്തിന്റെ കണക്കെടുപ്പിലോ അതിന് നീക്കങ്ങളിലോ സുതാര്യത ഉറപ്പാക്കിയില്ല. സ്വർണ്ണാഭരണങ്ങളോ പാളികളോ നീക്കം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു. ഇത്തരത്തിൽ പഴയ സ്വർണം മുക്കിയെടുക്കാൻ തന്നെയാണ് പല ഘട്ടങ്ങളിലും ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ അഴിച്ചുകൊണ്ടു പോയതെന്നാണ് സംശയിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനായി അഴിച്ചെടുത്ത നടപടിയാണ് നിലവിലെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഈ പ്രക്രിയയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിക്കെതിരെയാണ് പ്രധാനമായും ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. സ്പോൺസർഷിപ്പിലൂടെ പണം തട്ടുക എന്നതും അതോടൊപ്പം പഴയ സ്വർണം മാറ്റിയെടുക്കുക എന്നതുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യമെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന അധിക തുക ഉണ്ണികൃഷ്ണൻ പോറ്റി കൈപ്പറ്റിയിരുന്നുവെന്നാണ് ആരോപണം. പഴയ സ്വർണ്ണപ്പാളികൾ കൈകാര്യം ചെയ്യുന്നതിന് പിന്നിൽ ദേവസ്വം ബോർഡ് ഉന്നതർക്ക് പങ്കുണ്ടായിരുന്നുവെന്നാണ് ആരോപണം. 2019 സമാനമായ രീതിയിൽ മോഷണം നടന്നതായും സൂചനകളുണ്ട്. 2019 മോഷണ സാധ്യത മനസ്സിലാക്കിയ മറ്റൊരു പ്രമുഖൻ 2023 സമാനമായ രീതിയിൽ തിരക്കഥ തയ്യാറാക്കി. എന്നാൽ ആ ഘട്ടത്തിലാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായ ജുഡീഷ്യൽ ഓഫീസർ ഇടപെടുന്നത്. ജുഡീഷ്യൽ ഓഫീസറുടെ കൃത്യമായ ഇടപെടലാണ് സ്വർണം മുക്കാനുള്ള ഈ നീക്കത്തിന് തടയിട്ടതും ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നതും. ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട വിവാദം വെറും 2.5 പവന്റെ കേസ് മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ ഈ വിവാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിയിച്ചു. സ്വർണ്ണപ്പാളി വിവാദം മറനീക്കി പുറത്തു വരാനുള്ള നിർണായകമായ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഹൈക്കോടതി നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യമാണ്. ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാനില്ലെന്ന അദ്ദേഹത്തിന്റെ മൊഴി മോഷണത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയും അധികൃതരെ കൂടുതൽ അന്വേഷണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ അബദ്ധം ശബരിമലയിലെ തിരിമറികൾക്ക് പിന്നിലുള്ളവരുടെ കളി വെളിച്ചത്താക്കാൻ കാരണമായി. ശബരിമലയിലെ സ്വർണം പൂശൽ ജോലികൾ ചെയ്തിട്ടുള്ള തമിഴ്നാട് സ്വദേശി സെന്തിൽനാഥിന്റെ വെളിപ്പെടുത്തലുകൾ സ്വർണ്ണ തിരിമറിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ശ്രീകോവിലിനൊപ്പം നടവാതിലും സോപാനത്തുള്ള ആനരൂപങ്ങളും തൂണുകളും സ്വർണം പൊതിഞ്ഞിരുന്നു. ചെമ്പുപാളി എന്ന ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് അഴിച്ചെടുത്ത ചെമ്പുപാളികളാണെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഇത് ശരിവെക്കുകയും ചെയ്തു. ചെമ്പുപാളികളിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേർതിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന വാദം ഉയർന്നിരുന്നു. എന്നാൽ നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. പുതിയ ചെമ്പുപാളിൽ സ്വർണം പൂശി തിരിച്ചെത്തിച്ച് പഴയ സ്വർണം പൊതിഞ്ഞ പാളി മുക്കി എന്ന സാധ്യതയാണ് ഇത് ബലപ്പെടുത്തുന്നത്. ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് ദ്വാരപാലക ശില്പത്തിന്റെ തൂക്കത്തിലുണ്ടായ വ്യത്യാസമാണ്. 2019 പാളികൾ അഴിച്ചെടുത്തപ്പോൾ രേഖപ്പെടുത്തിയ തൂക്കം 42.8 കിലോഗ്രാം ആണ്. ചെന്നൈയിൽ പരിശോധിച്ചപ്പോൾ രേഖപ്പെടുത്തിയ തൂക്കം 38.25 കിലോഗ്രാം ആണ്. 4 കിലോയിലേറെ കുറവുണ്ടായിട്ടും ദേവസ്വം ബോർഡ് ഇത് അന്വേഷിക്കാതിരുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന ചോദ്യം മോഷണത്തിന് ബോർഡ് ഉന്നതരുടെ മൗന അനുവാദം ഉണ്ടായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. 2019 ഈ തൂക്ക വ്യത്യാസത്തിന് പിന്നിൽ സ്വർണ്ണമോഷണമാണെന്നാണ് ഇപ്പോൾ തെളിയുന്നത്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലും ദേവസ്വം ബോർഡിലും ഉണ്ടായിരുന്ന നിഗൂഢമായ മേൽക്കൈയും ഉദ്യോഗസ്ഥ വീഴ്ചയുമാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതെന്ന നിഗമനത്തിലാണ് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത്. വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദിവസങ്ങളോളം ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ ഇദ്ദേഹം ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തിയാണ് മൊഴി നൽകിയത്. 1998 വിജയ് മല്യ സ്പോൺസർ ചെയ്ത സ്വർണം പൊതിഞ്ഞ പാളികൾ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ ഉത്തരവിറക്കിയപ്പോൾ ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തിയത് എങ്ങനെയാണെന്നത് ദുരൂഹമാണ്. പാളികൾ അഴിച്ച സമയത്ത് ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. മഹസറിൽ തിരുവാഭരണം സ്പെഷ്യൽ കമ്മീഷണറും ദേവസ്വം സ്മിത്തും ചട്ടപ്രകാരം ഒപ്പിട്ടിട്ടില്ല. 2019 പൂശിയ പാളികൾ 40 വർഷം ഗ്യാരണ്ടി പറഞ്ഞെടുത്ത് 6 വർഷത്തിനു ശേഷം വീണ്ടും സ്വർണം പൂശാൻ തീരുമാനമെടുത്തതും എന്തിനാണെന്ന ചോദ്യത്തിനും ഉത്തരമില്ല. തനിക്ക് കിട്ടിയത് സ്വർണ്ണ നിറത്തിലുള്ള പെയിന്റ് അടിച്ച പാളിയാണെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണത്തിന് മറുപടി പറയാൻ ബോർഡിന് സാധിക്കുന്നില്ല. ശ്രീകോവിൽ വാതിൽ മാറ്റി മറ്റൊന്ന് സ്ഥാപിക്കാൻ ഉണ്ണികൃഷ്ണൻ
പോറ്റിയെ തിരഞ്ഞെടുത്തത് എങ്ങനെ എന്നതിനും വ്യക്തമായ ഉത്തരമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചത് 2019 മഹസർ രേഖയിൽ ചെമ്പ് തകിടുകൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന വാദമുയർത്തിയാണ്. കൂടാതെ താനും 2 സുഹൃത്തുക്കളും ചേർന്ന് 15 ലക്ഷം രൂപ മുടക്കിയാണ് സ്വർണം പൂശിയതെന്നും അദ്ദേഹം വിജിലൻസിനെ അറിയിച്ചു. എന്നാൽ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളുടെയും വസ്തു ഇടപാടുകളുടെയും വിവരങ്ങൾ വിജിലൻസ് തേടിയിട്ടുണ്ട്. ശബരിമല ശ്രീകോവിൽ സ്വർണ്ണപ്പാളി വിവാദം കേവലം ഒരു മോഷണ കേസായി ഒതുങ്ങേണ്ട ഒന്നല്ല. ദേവസ്വ ഭരണരംഗത്തെ ഉദ്യോഗസ്ഥ വ്യക്തി അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ നിയമലംഘനങ്ങളുടെ വ്യക്തമായ സൂചനകളാണ് ഇത് നൽകുന്നത്. ഭക്തർ കോടിക്കണക്കിന് രൂപ നേർച്ചയായി നൽകുമ്പോൾ ആ സ്വത്ത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനുണ്ട്. ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലും വിജിലൻസ് അന്വേഷണവും ഈ വിഷയത്തിൽ നിർണായകമാണ്. ക്ഷേത്ര സ്വത്തുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കാനും ഭാവിയിൽ ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാനും ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം കേരളത്തിലെ ക്ഷേത്രഭരണ സംവിധാനത്തിലെ സുതാര്യത ഉറപ്പാക്കാൻ ഒരു വിശദീകരണം ആവശ്യമാണെന്ന് വിളിച്ചോതുന്നു.